മുംബൈ സ്ഫോടന കേസ് പ്രതി തഹാവൂർ റാണയും കേരളവും തമ്മിൽ എന്താണ് ബന്ധമെന്ന വലിയ ചോദ്യം വരികയാണ്. റാണയും കൊച്ചിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചില കണക്ഷൻ ഉണ്ടെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുള്ളത്. തഹാവൂർ റാണ കൊച്ചിയിൽ എത്തിയത് തീവ്രവാദ റിക്രൂട്ട്മെന്റിന് ആണോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലഷ്കർ ദക്ഷിണേന്ത്യൻ കമാൻഡറുമായും ഈ ഭീകരന് ബന്ധമുണ്ടായിരുന്നു എന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. യുവാക്കളെ ഭീകര സംഘത്തിൽ ചേർത്ത KP സാബിറിനെ രാജ്യം വിടാൻ സഹായിച്ചോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ തഹാവൂർ റാണയുടെ കേരള ബന്ധത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് NIAയും IBയും നടത്തുന്നത്. 2008 നവംബർ 16 തഹാവൂർ റാണയും ഭാര്യയും കൊച്ചിയിലെത്തിയത്. അന്നേ ദിവസം 13 ഫോൺ നമ്പറുകളിലേക്ക് തഹാവൂർ റാണ ഫോൺ ചെയ്തിരുന്നതായാണ് അന്വേഷണ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഈ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ NIA കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുവാനാണ് അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിട്ടുള്ളത്. തഹാവൂർ റാണ കൊച്ചി സന്ദർശിച്ചതിൻ്റെ 5ാം ദിവസമാണ് കശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസിലെ പ്രതിയായ മലയാളിയായ KP സാബിർ രാജ്യം വിട്ടത്. KP സാബിറിനെ രാജ്യം വിടാൻ തഹാവൂർ റാണ സഹായം ചെയ്തിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വിശദമായ പരിശോധന നടത്തുന്നത്. തെളിവെടുപ്പിനായി തഹാവൂർ റാണയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത് എപ്പോഴായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടെ ഡൽഹിയിലെ NIA ആസ്ഥാനത്ത് തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി NIA ഉദ്യോഗസ്ഥർക്ക് പുറമെ IB ഉദ്യോഗസ്ഥരും തഹാവൂർ റാണയെ ചോദ്യം ചെയ്തു. റാണയുടെ കൊച്ചി കണക്ഷൻ അത് വിശദമായി തന്നെ കേന്ദ്ര ഏജൻസികൾ NIA ഉൾപ്പെടെ പരിശോധിക്കുന്നു. B ബാലഗോപാലാണ് വിശദമായി അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കേരള കണക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്.